രാമൻ്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ചത്. എന്തായിരുന്നു രാമൻ്റെ ചോദ്യം? വിപശ്ചിത പ്രബുദ്ധാശ്ചേത് കഥം സിംഹവൃഷാദിതാം ദിക്ഷു യാന്തീതി മേ ബ്രഹ്മൻ ബോധായ കഥയാശ്വലം. ഈ വിപശ്ചിത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരേ വ്യക്തിയുടെ തന്നെ 4 പ്രതിരൂപങ്ങൾ പ്രബുദ്ധന്മാരായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞാൽ, പ്രബുദ്ധനെന്ന് പറഞ്ഞാൽ ജ്ഞാനി, സത്യം കണ്ട് ഉണർന്നവൻ, അവർ പ്രബുദ്ധരായിരുന്നുവെങ്കിൽ സിംഹം, ചെന്നായ അങ്ങനെയുള്ള മറ്റ് ജീവികളായി ശാപം കാരണം അവർ മാറാൻ എന്താണ് കാരണം? ആരെയൊക്കെയോ ശപിച്ചു എന്നൊക്കെ നമ്മൾ വർണ്ണിച്ചല്ലോ. ഒരു ജ്ഞാനിയെ എങ്ങനെയാണ് വേറൊരാൾക്ക് ശപിച്ച് മറ്റൊരു രൂപത്തിലാക്കാൻ പറ്റുക? ജീവികളായോ മരങ്ങളായോ ഒക്കെ എങ്ങനെയാണ് മാറ്റാൻ പറ്റുക? അങ്ങ് ഈ 4 പേരെയും ഓരോരുത്തരും ശപിച്ച് പല രൂപത്തിലാക്കി എന്ന് പറഞ്ഞുവല്ലോ. അവർ ജ്ഞാനികളായിരുന്നുവെങ്കിൽ ഇതൊരിക്കലും സാധ്യമല്ലല്ലോ. ദിക്ഷു യാന്തീതിമേ ബ്രഹ്മൻ ബോധായ കഥയാശ്വലം. അവർ പലതരത്തിലും കഷ്ടപ്പെട്ടു, പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു എന്നൊക്കെ അങ്ങ് പറഞ്ഞു. ജ്ഞാനികൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ദുസ്ഥിതി ഉണ്ടാവുക? ഇതെനിക്ക് വ്യക്തമാക്കി തരണം. വെച്ച് താമസിപ്പിക്കരുത്. കഥയ ആശു ഇപ്പം തന്നെ പറയണം. എനിക്ക് കാത്തിരിക്കാനുള്ള സമയമൊന്നുമില്ല. എനിക്ക് ഈ ചോദ്യത്തിന് മറുപടി ഉടൻ തന്നെ കിട്ടണം. ഇതായിരുന്നു രാമൻ്റെ ചോദ്യം. വസിഷ്ഠ മഹർഷിയുടെ മറുപടിയാണ് നമുക്ക് ഇന്ന് വായിച്ചു തുടങ്ങേണ്ടത്. ശ്രീ വസിഷ്ഠ ഉവാച പ്രബുദ്ധാഃ കഥിതായേതേ യോഗിനസ്തേ മയാ നഘ പ്രസംഗരൂപാന്തരതോ ന പ്രബുദ്ധാ വിപശ്ചിതഃ. രാമ, നിനക്ക് ഒരു പിശക് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാര്യത്തെ വേണ്ടവണ്ണം നീ ഉൾക്കൊണ്ടിട്ടില്ല. രാമന് തന്നെ പിശക് പറ്റുമെങ്കിൽ നമ്മുടെ കാര്യം പറയാനുണ്ടോന്ന്? വിപശ്ചിതഃ പ്രബുദ്ധാ കഥിതായേതേ. ഞാൻ ജ്ഞാനികളുടെ ലക്ഷണം നിനക്ക് പറഞ്ഞു തന്നു. അവർക്ക് ഏത് രൂപത്തിലും എവിടെയും ഒരേ സമയത്ത് പ്രകടമാകാൻ പറ്റും, പല രൂപങ്ങളിൽ പ്രകടമാകാൻ പറ്റും. അതൊക്കെ ജ്ഞാനികളുടെ സിദ്ധികളാണ് എന്ന് ഞാൻ പറഞ്ഞു. അവർ യോഗിമാരാണ്. യോഗിമാരിൽ ജ്ഞാനികളുണ്ട്, ജ്ഞാനികളിൽ യോഗിമാരുമുണ്ട്. എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, യോഗിമാരെല്ലാവരും ജ്ഞാനികളല്ല, പക്ഷേ ജ്ഞാനികളെല്ലാം യോഗിമാരാണ്. എന്ന് പറഞ്ഞാൽ, യോഗമെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമസ്ഥിതി അല്ലെങ്കിൽ മനസ്സിൻ്റെ ഏകാഗ്രത. അതിനെയാണ് യോഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ധാരണ എന്നും നമുക്ക് പറയാം. ഈ ധാരണ ശീലമാക്കിയവരാണ് യോഗിമാർ. ആ യോഗിമാർക്ക് പലതരത്തിലുള്ള സിദ്ധികളും അവരുടെ യോഗധാരണയിലൂടെ നേടാൻ പറ്റും. അവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് സന്ദർഭവശാൽ പറഞ്ഞതാണ്. പക്ഷെ നീ എന്ത് വിചാരിച്ചു? ഈ വിപശ്ചിത്തുകൾ യോഗിമാരാണ് അല്ലെങ്കിൽ ജ്ഞാനികളാണ് എന്ന് വിചാരിച്ചു. യോഗിമാരും ജ്ഞാനികളും വേറെ വേറെയാണ്. യോഗിമാർ ജ്ഞാനം നേടിയിട്ടില്ല. അവർ വഴിമധ്യത്തിലാണ്. മനസ്സിനെ പാകപ്പെടുത്തി സത്യത്തിലെത്താൻ ശ്രമിക്കുന്നവരെയാണ് യോഗിമാർ എന്ന് പറയുന്നത്. ജ്ഞാനികൾ ലക്ഷ്യത്തിലെത്തിച്ചേർന്നവരാണ്. ഈ യോഗിമാർക്കാണ് പലതരത്തിലുള്ള സിദ്ധികളൊക്കെ ഉണ്ടാവുന്നത്. ജ്ഞാനികൾക്ക് സിദ്ധികൾ ഉണ്ടാവാം. സിദ്ധികളില്ലാത്ത ജ്ഞാനികളും ലോകത്തിലുണ്ട്. സിദ്ധികൾ നേടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ജ്ഞാനം നേടുന്നുണ്ടോ ഇല്ലയോ, പരമസത്യത്തെ സാക്ഷാത്കരിക്കുന്നുണ്ടോ ഇല്ലയോ, അതാണ് ജ്ഞാനിയുടെ സവിശേഷത എന്ന് പറയുന്നത്. സത്യം സാക്ഷാത്കരിച്ചിട്ടുണ്ടെങ്കിൽ ജ്ഞാനി, അല്ലെങ്കിൽ അവരൊക്കെ യോഗിമാർ മാത്രമാണ്. ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ മാത്രമാണ് ജ്ഞാനി എന്ന നില കൈവരുന്നത്. അപ്പോൾ യോഗിമാരുടെ സിദ്ധിവിശേഷങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പ്രബുദ്ധന്മാർ, ജ്ഞാനികൾ
ഈ വിവശ്ചിത്തുകൾ ജ്ഞാനികളായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. സന്ദർഭവശാൽ ഞാൻ യോഗിമാരെക്കുറിച്ച് പറഞ്ഞു. ആ യോഗിമാർ എല്ലാവരും പ്രബുദ്ധരല്ല എന്ന് പറഞ്ഞാൽ ജ്ഞാനികളല്ല. നീ ഈ വിവശ്ചിത്തുകളെ ജ്ഞാനികളാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് ജ്ഞാനികൾക്ക് എങ്ങനെയാണ് ശാപം ബാധകമാകുന്നത്, അവർ എങ്ങനെയാണ് മറ്റ് പല ജീവികളായും മരങ്ങളായും ഒക്കെ മാറുന്നത് എന്നുള്ള ചോദ്യം ചോദിച്ചത്. ഞാൻ ഒരിക്കലും വിവശ്ചിത്തുകളെ ജ്ഞാനികളാണ് എന്ന് പറഞ്ഞിട്ടില്ല എന്ന് വസിഷ്ഠ മഹർഷി തറപ്പിച്ച് പറയുന്നു. സാന്ദർഭികമായി പറഞ്ഞതാണ് യോഗിമാരുടെ കഴിവുകളെക്കുറിച്ചൊക്കെ. ഇവർ യോഗിമാരാണ്. ആര്? വിവശ്ചിത്തുകൾ. യോഗിമാർക്ക് ശാപം ബാധകമാണ്. കാരണം അവർ ജ്ഞാനം നേടിയിട്ടില്ല. എല്ലാം ഒന്നാണ് എന്നുള്ള സത്യം സാക്ഷാത്കരിച്ചിട്ടില്ല. സാക്ഷാത്കരിക്കാനുള്ള ശ്രമത്തിലാണ് അവർ. അതുകൊണ്ട് യോഗിമാർക്ക് ശാപവും ശാപമോക്ഷവുമൊക്കെ ബാധകമാണ്. ജ്ഞാനിക്കാണ് ഇവ ബാധകമല്ലാത്തത്. ഇപ്പം ഈ വിവശ്ചിത്തുകൾ ഒരിക്കലും ജ്ഞാനികളല്ല. കാരണസഹിതം അത് ഇനി സ്ഥാപിക്കും ഈ കാര്യം. പ്രബുദ്ധ കഥിത ഏതേ യോഗിനസ്തേ മയാനഘ. പ്രബുദ്ധന്മാരായ യോഗിമാർ എന്ന് പറഞ്ഞാൽ ജ്ഞാനം നേടിയ അതോടൊപ്പം സിദ്ധിവിശേഷങ്ങളും ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പ്രസംഗരൂപാന്തരതോ, സാന്ദർഭികമായി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളും ഒക്കെ അവതരിപ്പിക്കേണ്ടതായി വരും. അങ്ങനെ പറഞ്ഞതാണ്. അല്ലാതെ വിവശ്ചിത്തുക്കൾ പ്രബുദ്ധരാണ്, ജ്ഞാനികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല. നീ അത് തെറ്റായി മനസ്സിലാക്കി. തെറ്റായി മനസ്സിലാക്കിയതിൻ്റെ പശ്ചാത്തലത്തിലാണ് നിൻ്റെ ഈ ചോദ്യം. വസിഷ്ഠ മഹർഷി തൻ്റെ വാദത്തെ സ്ഥാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് വിവശ്ചിത്തുകൾ ജ്ഞാനികളല്ലായിരുന്നു എന്ന് പറയുന്നത്? നമുക്ക് ഈ വ്യാഖ്യാനം കൂടെ വായിച്ചു പോകാം. ത്വയാ യോഗിനഃ കഥം വ്യാപ്യ കർമാണി കുർവതേ ഇതി പൃഷ്ടം ഇതി മയാത്ര യോഗിനഃ പ്രബുദ്ധാ വർണ്ണിത നതു വിവശ്ചിതോപി പ്രബുദ്ധാ യോഗിന ഇതി വസിഷ്ഠ സമാധത്തെ പ്രബുദ്ധാ ഇതി. ഇടയ്ക്ക് രാമനൊരു ചോദ്യം ചോദിച്ചു. അതിൻ്റെ മറുപടി പറയുന്ന സന്ദർഭത്തിലാണ് യോഗിമാരെക്കുറിച്ചും യോഗിമാരുടെ ശക്തിവിശേഷങ്ങളെക്കുറിച്ചുമൊക്കെ വസിഷ്ഠൻ പറഞ്ഞത്. അത് രാമൻ്റെ ചോദ്യത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ആ കാര്യം പറഞ്ഞത്. നീ യോഗിമാരെക്കുറിച്ച് ഒരു ചോദ്യം ചോദിച്ചു. എന്താണ്? അവർ എങ്ങനെയാണ് ഒരേ സമയത്ത് പല സ്ഥലങ്ങളിലും പ്രകടമായി പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന ഒരു ചോദ്യം ഉന്നയിച്ചു. അതിന് മറുപടിയായിട്ടാണ് പ്രബുദ്ധരായ യോഗിമാരെക്കുറിച്ച്, അവരുടെ സിദ്ധിവിശേഷങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ വിവശ്ചിത്തുകളും പ്രബുദ്ധന്മാരായ യോഗിമാരായിരുന്നു എന്നല്ല. വിവശ്ചിത്തുകൾ ജ്ഞാനികളല്ലായിരുന്നു. എന്തുകൊണ്ട്? അതിൻ്റെ മറുപടി അല്ലെങ്കിൽ കാരണം വഴിയേ പറയും. പ്രസംഗരൂപാന്തരതോ നപ്രബുദ്ധ വിവശ്ചിതഃ വിവശ്ചിതോ മഹാബാഹോ പ്രബുദ്ധ നിപുണം നതേ. വിവശ്ചിത്തുകൾ, അല്ലയോ വീരനായ രാമ, പ്രബുദ്ധന്മാരല്ലായിരുന്നു. അവർ സത്യം കണ്ടെത്തിയവരല്ല. ത്വത് പ്രശ്നസമാധാനാർത്ഥം വിവശ്ചിത് പ്രസംഗരൂപസ്യ അന്തരതഃ അന്തരേണ യോഗിനഃ തേ കഥിതാഃ നത് വിവശ്ചിതോപി പ്രബുദ്ധ ഇത്യാശയേന ഇത്യർത്ഥഃ. നിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്ന വേളയിൽ ഞാൻ യോഗിമാരെക്കുറിച്ചും അവരുടെ സിദ്ധികളെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അല്ലാതെ വിവശ്ചിത്തുകൾ യോഗിമാരായിരുന്നു അല്ലെങ്കിൽ ജ്ഞാനികളായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. അവർ അവിദ്യക്കകത്തുപെട്ടവരായിരുന്നു. ഇത്രയും സിദ്ധിവിശേഷങ്ങളൊക്കെ ഉള്ള ഈ വിവശ്ചിത്തുകൾ 4 പേരും അജ്ഞാനത്തിൻ്റെ മണ്ഡലത്തിൽ തന്നെയായിരുന്നു. എന്തുകൊണ്ട്?
ബോധാബോധദൃശോർമധ്യേ തേ ഹി ദോലായിതാ സ്ഥിതാഃ മോക്ഷചിഹ്നാനി ദൃശ്യന്തെ ബന്ധചിഹ്നാനി ചാഭിദഃ. ബോധാബോധദൃശോർമധ്യേ, ബോധം ജ്ഞാനം, അബോധം അജ്ഞാനം അല്ലെങ്കിൽ അവിദ്യ. ഈ വിദ്യയ്ക്കും അവിദ്യയ്ക്കും ഇടയ്ക്ക് ഊഞ്ഞാലാടുന്ന മനസ്സോട് കൂടിയവരാണ്, ആ മനസ്സോട് കൂടിയവരായിരുന്നു ഈ വിപശ്ചിത്തുകൾ. അവർക്ക് സത്യത്തിൽ ഉറപ്പ് വന്നിട്ടില്ലായിരുന്നു, സത്യനിഷ്ഠരല്ലായിരുന്നു അവർ. അവരുടെ മനസ്സ് ദോല എന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ എന്നർത്ഥം, അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചുകൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ചില സമയത്ത് മനസ്സ് തത്വബോധത്തിൽ ഉറച്ചിരിക്കും, പലപ്പോഴും പ്രപഞ്ചത്തിൽ ഭ്രമിച്ചും സ്ഥിതി ചെയ്യും. ഇതെങ്ങനെ ഒരേ മനസ്സിനിങ്ങനെ രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ? നമ്മെപ്പോലെ തന്നെയാണ്, നമ്മുടെ മനസ്സും അങ്ങനെ തന്നെയാണ്. എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കാര്യം എനിക്കറിയില്ല. നമ്മുടെ എന്ന് ഞാൻ പറഞ്ഞത് മഹാരാജാക്കന്മാരൊക്കെ പറയില്ല, നാം ആജ്ഞാപിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ എന്നുള്ളതിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല, അതിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളെല്ലാം കൂടെ എൻ്റെ ഗ്രൂപ്പിൽ ചേർത്തു അജ്ഞാനികളാണെന്ന് മുദ്രകുത്തി എന്ന് പരാതി പറയരുത്, അങ്ങനെ വിചാരിക്കരുത്. പൊതുവേ മനുഷ്യ മനസ്സ്, പ്രത്യേകിച്ചും ആധ്യാത്മിക മാർഗത്തിൽ സഞ്ചരിക്കുന്ന ജിജ്ഞാസുക്കളുടെ മനസ്സ് ചില സമയത്ത് നല്ല തത്വജ്ഞാനത്തിൽ ഉറച്ചിരിക്കും. നമുക്ക് തോന്നും നമ്മൾ ഏതാണ്ട് ജ്ഞാനം നേടാറായി, ജ്ഞാനത്തിൻ്റെ വളരെ അടുത്തെത്തിക്കഴിഞ്ഞു എന്ന് തോന്നും. അപ്പോഴായിരിക്കും ഏതെങ്കിലും ദൃശ്യത്തിൽ മയങ്ങിപ്പോകുന്നത്. കഴിഞ്ഞു. മലയുടെ മുകളിൽ നിന്ന് കാല് തെറ്റി താഴെ വീണാൽ താഴ്വരയിൽ പതിക്കുകയേ നിവൃത്തിയുള്ളൂ. അല്ല, ഞാൻ ഇത്ര ഉയരെ പോയതല്ലേ, അത്ര ഉയരെ പോയിട്ട് എത്ര കണ്ട് മുകളിലേക്ക് പോകുന്നുവോ അവിടെ നിന്നുള്ള വീഴ്ചയുടെ ആഘാതവും അത്ര കണ്ട് ഗുരുതരമായിരിക്കും. അപ്പം മനസ്സ് ചില സമയത്ത് ഉന്നതമായ നിലയിലെത്തും, പലപ്പോഴും അത് വളരെ നീചമായ താഴേക്കിടയിലുള്ള അവസ്ഥയിലും എത്തിച്ചേരും. ഈ വിപശ്ചിത്തുകൾ സത്യത്തിനും മിഥ്യയ്ക്കും ഇടയ്ക്ക് ഊഞ്ഞാല് പോലെ ആടിക്കളിക്കുന്നവരായിരുന്നു അവരുടെ മനസ്സ്. വിപശ്ചിതോ മഹാബാഹോ ബോധാബോധദൃശോർ മധ്യേ, ജ്ഞാനത്തിനും അജ്ഞാനത്തിനും ഇടയ്ക്ക് ഊഞ്ഞാല് പോലെ ആടിക്കൊണ്ടിരിക്കുന്ന മനസ്സുകളോട് കൂടിയവരായിരുന്നു ഈ 4 വിപശ്ചിത്തുകളും. എന്താണ് ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും ഇടയ്ക്ക് ഊഞ്ഞാല് പോലെ ആടുക എന്ന് പറഞ്ഞാൽ? മോക്ഷചിഹ്നാനി ദൃശ്യന്തേ, മോക്ഷചിഹ്നങ്ങൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ കാണപ്പെടും. അതോടൊപ്പം ബന്ധചിഹ്നാനി ചാഭിതഃ, ബന്ധചിഹ്നങ്ങളും കാണും. മോക്ഷലക്ഷണങ്ങളും കാണും, ബന്ധലക്ഷണങ്ങളും കാണും ഒരേ വ്യക്തിയിൽ തന്നെ. ചില സമയത്ത് അവരുടെ മനസ്സ് വിവേകത്തിൻ്റെ ഉത്തുംഗ ശൃംഗത്തിലായിരിക്കും, പലപ്പോഴും വിഷയങ്ങളാകുന്ന ചെളിക്കുണ്ടിൽ പതിച്ച് കിടക്കുന്നവരുമായിരിക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മനസ്സിതാണ്. മനസ്സെന്ന് പറയുന്ന അത്യന്തം ചഞ്ചലമാണ്. ദാ തൊട്ടു പിടികിട്ടിക്കഴിഞ്ഞു എന്ന് വിചാരിക്കും, ദാ ഇപ്പോൾ ഇനി അധിക താമസമില്ല ഞാൻ ജ്ഞാനം നേടാൻ എന്നൊക്കെ തോന്നും. പല സാധകന്മാരും അങ്ങനെയൊക്കെ ധരിച്ച് വശമായിട്ടുണ്ട്, ഭ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് മനസ്സ് പിന്നെയും ചങ്കരൻ തെങ്ങേല്, പഴയതുപോലെ വീണ്ടും വിഷയങ്ങളിൽ അഭിനിവേശമുള്ളവരായി തീരും. അങ്ങനെയുള്ളവരെയാണ് ജ്ഞാനത്തിൻ്റെയും അജ്ഞാനത്തിൻ്റെയും ഇടയ്ക്ക് ഊഞ്ഞാലുപോലെ ആടിക്കളിക്കുന്നവർ എന്ന് പറയുന്നത്. അവരിൽ മോക്ഷചിഹ്നങ്ങളും കാണപ്പെടും. മോക്ഷചിഹ്നം എന്ന് പറഞ്ഞാൽ മോക്ഷം നേടാൻ പാകത വന്ന മനസ്സ്, അതിൽ വിവേകം വേണ്ടുവോളം ഉണ്ടായിരിക്കും, കുറേയൊക്കെ വിചാരം ചെയ്യുന്നവരുമായിരിക്കും. അങ്ങനെയുള്ള വിവേക വിചാരങ്ങളാകുന്ന മോക്ഷ ചിഹ്നങ്ങൾ ചില വ്യക്തികളിൽ കാണപ്പെടും. അതോടൊപ്പം രാഗം, ദ്വേഷം, കോപം, വെറുപ്പ് അങ്ങനെയുള്ള ബന്ധലക്ഷണങ്ങളും അവരിൽ കാണപ്പെടും. ഒരേ വ്യക്തിയിൽ ഈ വിരുദ്ധങ്ങളായ ലക്ഷണങ്ങൾ ഒത്തുചേരുമ്പോൾ
അവരുടെ മനസ്സ് സത്യാസത്യങ്ങളുടെ നടുക്ക് ഊഞ്ഞാല് പോലെ ആടിക്കളിക്കും. അങ്ങനെയുള്ള മനസ്സുകളോട് കൂടിയവരായിരുന്നു ഈ വിപശ്ചിത്തുകൾ. തർഹി തേ കിം അത്യന്തമൂഢാനേത്യാഹ. ഈ വിപശ്ചിത്തുകൾ അങ്ങേറ്റത്തെ അജ്ഞാനികളായിരുന്നോ? അങ്ങേറ്റം മൂഢന്മാരായിരുന്നോ? അല്ല. കാരണം അഗ്നിദേവനെ പ്രസാദിപ്പിച്ച് അഗ്നിദേവനിൽ നിന്നും വരം നേടാൻ മാത്രം ശക്തിയുള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് അത്ര കണ്ട് തപസ്സുണ്ടായിരുന്നു അവരുടെ പക്കൽ. അതുകൊണ്ടാണല്ലോ അഗ്നിദേവൻ പ്രത്യക്ഷപ്പെട്ട് വരം നൽകിയത്. സാധാരണക്കാർക്ക് അഗ്നിദേവനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള കഴിവ് തന്നെയില്ല. അവർ ഹോമവും പൂജയും ഒക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അഗ്നിദേവൻ ആരെങ്കിലും പ്രത്യക്ഷപ്പെടുത്തിയിട്ടുണ്ടോ? അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ. അഗ്നിദേവന് നേരിട്ട് കാണാൻ പറ്റുമോ? പുറത്ത് കാണാൻ പറ്റില്ല, അവനവൻ്റെ ഉള്ളിൽ കാണാം. ഈശ്വരനെ പുറത്ത് ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. ഈശ്വരാനുഭവം എന്ന് പറയുന്നത് ഉള്ളിലാണ്. മന്ത്രദേവതകളുടെയൊക്കെ അനുഭവം എന്ന് പറയുന്നത് ആ മന്ത്രം ജപിക്കുന്നവൻ്റെ ഉള്ളിലാണ്, അയാളുടെ അന്തരംഗത്തിലാണ്. അപ്പം അതൊന്നും സാധ്യമല്ല, അതൊക്കെ വെറും മനസ്സിൻ്റെ വിഭ്രമമാണ് എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് തള്ളിക്കളയരുത്. മനസ്സിൻ്റെ വിഭ്രമം എന്ന് പറഞ്ഞാൽ ദിവ്യമായ രൂപങ്ങളും ദേവതമാർ പ്രത്യക്ഷപ്പെടുന്നതും എല്ലാം തന്നെ മനസ്സിൻ്റെ വിഭ്രമമാണ്. ആത്മാവ് മാത്രമാണ് മനസ്സിനപ്പുറത്ത് ഉള്ളത്. ബാക്കിയുള്ളതൊക്കെ മനസ്സിൻ്റെ തലം തന്നെയാണ്. ഈ വിപശ്ചിത്തുകൾ അത്യന്തം മൂഢന്മാരായിരുന്നോ? അങ്ങേയറ്റത്തെ അജ്ഞാനികളായിരുന്നോ എന്ന് ചോദിച്ചാൽ അല്ല. ദ്വിതീയ ഭൂമികാസ്ഥ ഇത്യർത്ഥ. ജ്ഞാനഭൂമികകൾ 7 ഉണ്ട്. ആ 7 ജ്ഞാനഭൂമികളിൽ രണ്ടാമത്തെ ഭൂമികയിൽ എത്തിയവരായിരുന്നു ഈ വിപശ്ചിത്തുകൾ. എന്താണ് രണ്ടാമത്തെ ഭൂമിക? ശുഭേച്ഛ വിചാരണ. തനുമാനസി മൂന്നാമത്തതാണ്. ഇങ്ങനെ തുടങ്ങി പ്രശ്നോത്തരി, ക്വിസ് മാസ്റ്റർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അങ്ങനെ വിചാരിക്കരുത്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്ത് വയ്ക്കണം. 1-2 പ്രാവശ്യം ഇങ്ങനെ ചോദിച്ച് മറുപടി പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ തങ്ങിയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ഭൂമിക എന്ന് പറയുന്നത് വിചാരണയാണ്. വിചാരണ എന്ന് പറഞ്ഞാൽ തത്വവിചാരം എന്നർത്ഥം. ഏതാണ് നശിക്കുന്നത്, ഏതാണ് നശിക്കാത്തത്? പ്രപഞ്ചം നശ്വരമാണ്, ആത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. അതിനെ തന്നെയാണ് സത്യാസത്യ വിചാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിചാരണ എന്ന പേരോടുകൂടിയ ദ്വിതീയ ഭൂമികയിൽ എത്തിച്ചേർന്നവരാണ്. അജ്ഞാനി ഒന്നാമത്തെ ഭൂമികയിൽ തന്നെ എത്താത്ത ആളാണ്. നല്ലതുപോലെ മനസ്സിലാക്കണം. അജ്ഞാനികൾ ശുഭേച്ഛ എന്ന പേരോടുകൂടിയ പ്രഥമ ഭൂമികയിൽ തന്നെ എത്തിച്ചേരാത്തവരാണ്. അവരെയാണ് ആര്യന്മാർ എന്ന് പറയുന്നത്. ആര്യൻ എന്ന് പറഞ്ഞാൽ നാടോടി എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ആര്യൻ എന്ന് പറഞ്ഞാൽ നാടോടി. ആര്യന്മാർ മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് ഭാരതത്തിലേക്ക് എത്തിച്ചേർന്നവരാണ്. അവരാണ് വേദങ്ങളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഭാരതീയ ജനതയ്ക്ക് പകർന്നു തന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. മെഡിറ്ററേനിയൻ തീരത്ത് നിന്ന് എത്തിയവരാണ് ആര്യന്മാർ. അവരിങ്ങനെ നാടോടികളായി ഒരു സ്ഥലത്ത് നിന്നും വേറൊരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരായി, നൊമാഡിക് പീപ്പിൾ എന്നാണ് പറയുന്നത്. നൊമാഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നവർ, നാടോടി എന്നർത്ഥം. ആര്യൻ അതല്ല ആര്യ ശബ്ദത്തിൻ്റെ അർത്ഥം. ആര്യൻ എന്ന് പറഞ്ഞാൽ നല്ലവൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ, സാത്വികൻ എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദുഷ്ടനല്ല. മറ്റുള്ളവരെ ഹിംസിക്കണം, ഉപദ്രവിക്കണം എന്ന് ചിന്തയില്ല. സാത്വികൻ. അയാളെ എന്തുകൊണ്ടാണ് ആര്യൻ എന്ന് പറയുന്നത്? ആര്യന്മാർ സഞ്ചാരശീലന്മാരാണ് എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ ഭൂമികയിൽ പോലും പ്രവേശിക്കാതെ ലോകത്തിൽ ഇങ്ങനെ മറ്റ് പല കാര്യങ്ങളിലും എന്ന് പറഞ്ഞാൽ സാത്വികമായ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്നവർ, അവരാണ് ആര്യന്മാർ. അവർ മോശക്കാരല്ല,
അവർ നല്ലവരാണ്. പക്ഷേ ഒന്നാമത്തെ ഭൂമികയായ ശുഭേച്ഛയിൽ പോലും അവർ കാലെടുത്ത് വെച്ചിട്ടില്ല. ജ്ഞാനത്തിന് ചുറ്റുമായി കറങ്ങി നടക്കുന്നവർ, ആദ്യത്തെ പടിയിൽ പോലും കാലെടുത്ത് വയ്ക്കാത്തവർ, ജ്ഞാനഭൂമികളിൽ ആദ്യത്തെ പടിയിൽ പോലും പ്രവേശിക്കാത്തവർ എന്നാണ് ആര്യൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. ആര്യനേക്കാളും വളരെ ഉയർന്ന തലത്തിലാണ് ദ്രാവിഡർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ അടിയുണ്ടാക്കുന്നത്, തമിഴ്നാട്ടിൽ മുഴുവൻ അടിയുണ്ടാക്കുന്നത് ദ്രാവിഡ മുന്നേറ്റ കഴകം DMK. അത് പല കഷ്ണങ്ങളായിട്ട് പിരിഞ്ഞു. ADMK അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം, AIDMK അഖില ഇന്ത്യ ദ്രാവിഡ മുന്നേറ്റ കഴകം, AIADMK അഖില ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം. ഇങ്ങനെ വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്നവയാണല്ലോ പാർട്ടികൾ. അപ്പോൾ പല കഷണങ്ങളായിട്ട് ഇങ്ങനെ ഈ DMK അവരുടെ നിലനിൽപ്പ് എങ്ങനെയെന്നോ ബ്രാഹ്മണരെ ദ്വേഷിക്കുക. ഇവരാണ് നമ്മളെ കാര്യങ്ങളൊന്നും പഠിപ്പിക്കാത്തത്. വേദങ്ങൾ, ഇതിഹാസങ്ങളും ജ്ഞാനവുമൊക്കെ ഇവരുടെ അച്ഛനപ്പൂപ്പന്മാരുടെ സ്വത്താണ് എന്ന് കൊണ്ടു നടക്കുന്നവരാണ്. അങ്ങനെ നമ്മെ ചവിട്ടി മെതിച്ച് തറയിലിട്ട് ചവിട്ടി നമ്മളെ ഉയർന്നു വരാൻ പറ്റാതെ ആക്കി തീർത്തവരാണ്. എന്നാലേ അവന് വോട്ട് കിട്ടൂ. എല്ലാം വോട്ട് ബാങ്കിൻ്റെ കളിയാണ്. വാസ്തവത്തിൽ നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടതനുസരിച്ച് ആര്യനേക്കാളും വളരെ ഉയർന്ന തലമാണ് ദ്രാവിഡൻ എന്ന് പറയുന്നത്. അത് ഒരു നിലയാണ്, മാനസിക അവസ്ഥയാണ്. ആര്യൻ ചുറ്റി സഞ്ചരിക്കുന്നവനാണ്. അവൻ ജ്ഞാനഭൂമികയിൽ ഒന്നാമത്തെ ഭൂമികയായ ശുഭേച്ഛയിൽ പോലും പ്രവേശിച്ചിട്ടില്ല. ദ്രാവിഡൻ എന്ന് പറഞ്ഞാൽ മനസ്സ് ദ്രവിക്കുന്നവൻ. മനസ്സ് ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ മലയാളത്തിലുള്ള തടി ദ്രവിച്ചു പോയി, തടി ചത്തുപോയി എന്നൊക്കെ നമ്മൾ പറയില്ല. അതല്ല. ദ്രവിക്കുക എന്ന് പറഞ്ഞാൽ ഉരുകുക, ദ്രവിച്ചിരിക്കുന്നത്, ദ്രവശീലമുള്ളത് ദ്രാവകം അല്ലെങ്കിൽ ദ്രവം. മനസ്സ് ഈശ്വരഭക്തിയിൽ ഉരുകുന്നവനാണ് ദ്രാവിഡൻ. ആര്യനേക്കാളും വളരെ ഉയർന്ന തലമാണത്. ഇവിടെ പണ്ടുണ്ടായിരുന്നവർ ദ്രാവിഡന്മാരാണെന്നും ആര്യന്മാർ അവരാണ് പുറത്തുനിന്ന് വന്നവർ, അവരെയൊക്കെ അടിച്ചോടിക്കണം. ഇവിടെയുള്ള പണ്ടേ ഇവിടെയുള്ള ആൾക്കാർ അവർ ദ്രാവിഡന്മാരാണ്. ഇങ്ങനെ ഒരു രണ്ട് ചേരികളായി തിരിച്ച് ഇവർക്ക് ഇടയിൽ വിദ്വേഷം വളർത്തി വോട്ട് തേടാൻ ശ്രമിക്കുന്നവരാണ് ഈ തമിഴ്നാട്ടിലുള്ള DMK-ക്കാർ. ഇപ്പം ദ്രാവിഡൻ എന്ന് പറഞ്ഞാൽ ഈശ്വരഭക്തിയിൽ മനസ്സ് ഉരുകാൻ ആരംഭിച്ചവർ. ആര്യന് മനസ്സ് ഉരുകാനൊന്നും തുടങ്ങിയിട്ടില്ല. അയാൾ ഇപ്പോഴും കർമ്മങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈശ്വരപരമായ കർമ്മങ്ങളാണ് അവർ ചെയ്യുന്നത്. അമ്പലത്തിൽ പോകുന്നു, തീർത്ഥാടനം ചെയ്യുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അവരുടെ മനസ്സ് ഇനിയും ഉരുകാൻ ആരംഭിച്ചിട്ടില്ല. മനസ്സ് ഉരുകുന്നുണ്ടോയെന്ന് എങ്ങനെ അറിയും? കണ്ണിലൂടെ കണ്ണീരായിട്ടാണ് മനസ്സ് ഉരുകി പുറത്തു വരുന്നത്. ആനന്ദാശ്രുക്കൾ ഈശ്വരനാമം കേൾക്കുമ്പോൾ ആരുടെ കണ്ണുകളിൽ നിന്നാണോ ആനന്ദാശ്രുക്കൾ ധാരധാരയായി പുറത്തേക്ക് ഒഴുകുന്നത്, അത് അവൻ്റെ അവസാനത്തെ ജന്മമാണ് എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. ഞാനല്ല, എന്നെ അടിച്ചു കൊല്ലരുത്. ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത് ഈശ്വരനാമം കേൾക്കുമ്പോൾ ആരുടെ കണ്ണിൽ നിന്നാണോ കണ്ണീര് പുറത്ത് പ്രവഹിക്കുന്നത്, അത് അയാളുടെ അവസാനത്തെ ജന്മമാണ്. നമ്മുടെ കണ്ണിൽ നിന്ന് ദുഃഖം കൊണ്ട് കണ്ണീര് വരുമെന്നല്ലാതെ ആനന്ദാശ്രുക്കൾ ഇന്നേ വരെ വന്നിട്ടില്ല. എൻ്റെ കണ്ണിൽ വന്നിട്ടില്ല. നിങ്ങളുടെ കണ്ണിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാവൂ. അത്രയ്ക്കൊന്നും പാകപ്പെട്ടിട്ടില്ല. അത് വരുന്നുണ്ടെങ്കിൽ ശരി. അപ്പം അത് മനസ്സ് ഉന്നതമായ അവസ്ഥകളിൽ എത്തുമ്പോൾ ആ ഈശ്വരഭാവത്തെ മനസ്സ് അറിയാതെ ഒന്ന് സ്പർശിക്കുമ്പോഴാണ് കണ്ണിൽ നിന്നും കണ്ണീര് വരുന്നത്. ചിലർ ദീപാരാധന സമയത്ത് അമ്പലത്തിൻ്റെ നടയിലൊക്കെ നിന്ന് ആ ദീപാരാധന കാണുമ്പോൾ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം, അശ്രുധാര പുറത്തേക്ക് വരും. അത് നല്ലതല്ലേ എന്ന് ചോദിച്ചാൽ അത് താത്കാലികമാണ്. നല്ലതല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലാത്തത് എന്തുണ്ട് ഇവിടെ?
അതുകൂടെ പറയും നിങ്ങൾ. ഇവിടെ മോശപ്പെട്ടത് കൊള്ളരുതാത്തത് എന്ന് പറഞ്ഞ ഒന്നുമില്ല. അതൊക്കെ മനസ്സിൻ്റെ താത്കാലികമായ ചില വികാര വിക്ഷോഭങ്ങൾ, അവയുടെ പ്രകടനങ്ങൾ മാത്രമാണ്. അത് അല്പനേരത്തേക്കേ ഉണ്ടാവൂ. ആ ദീപാരാധന തീരുമ്പോൾ എല്ലാം പോയി. പിന്നെ കണ്ണീർ നിന്ന് കണ്ണീര് വരണമെങ്കിൽ അടുത്ത ദീപാരാധന സമയം വരണം. അപ്പോൾ നമ്മൾ ആരെയും മോശക്കാരാക്കുകയല്ല, അതൊക്കെ മനസ്സിൻ്റെ തലമാണ്. ഈശ്വര നാമം കേൾക്കുമ്പോൾ ആരുടെ കണ്ണിൽ നിന്നാണോ കണ്ണീര് വരുന്നത്, അങ്ങനെയുള്ള വ്യക്തി പാകത നേടിക്കഴിഞ്ഞു. അത് അയാളുടെ ചരമജന്മമാണ്. ചരമജന്മം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ജന്മം. ഇനി അവൻ പുനർജനിക്കുകയില്ല. ഇതാണ് ശ്രീരാമകൃഷ്ണദേവൻ്റെ തീരുമാനം. ഈ വിവശ്യത്തുകളിൽ മോക്ഷചിഹ്നങ്ങളും ബന്ധചിഹ്നങ്ങളും ഒരുപോലെ കാണപ്പെട്ടു. അതുകൊണ്ട് അവർ അത്യന്തം മൂഢന്മാരല്ല, അങ്ങേയറ്റം അജ്ഞരാണ് എന്ന് പറയാൻ നിവർത്തിയില്ല. ദ്വിതീയ ഭൂമികാസ്ഥ ഇത്യർത്ഥ. രണ്ടാമത്തെ ജ്ഞാനഭൂമികയായ വിചാരണ എന്ന ഭൂമികയിൽ എത്തിച്ചേർന്നവരായിരുന്നു അവർ. ഭാവി മോക്ഷചിഹ്നാനി വിവേകാദീനി ബന്ധചിഹ്നാനി രാഗാദീനി. എന്തുകൊണ്ടാണ് ഇവരിൽ ബന്ധലക്ഷണവും മോക്ഷലക്ഷണവും കാണപ്പെട്ടു എന്ന് പറയുന്നത്? ലക്ഷണം തന്നെയാണ് ചിഹ്നം, അടയാളം. ഭാവിയിൽ മോക്ഷം നേടാൻ പോകുന്നവരാണിവർ എന്നുള്ളതിൻ്റെ ലക്ഷണവുമുണ്ട്. ഇവർ ഇപ്പോഴും ബദ്ധരാണ് എന്നുള്ളതിൻ്റെ ലക്ഷണവുമുണ്ട്. എന്താണ് മോക്ഷചിഹ്നങ്ങൾ? വിവേകം മുതലായവ. ഒരു ജിജ്ഞാസുവിന് അവശ്യം വേണ്ട ലക്ഷണങ്ങളാണ് വിവേകം മുതലായ മോക്ഷലക്ഷണങ്ങൾ. അതിനെ തന്നെയാണ് ശങ്കരാചാര്യസ്വാമികൾ സാധന ചതുഷ്ടയ സമ്പത്ത് എന്ന് പറയുന്നത്. വിവേകം നിത്യാനിത്യ വസ്തു വിവേക, വൈരാഗ്യം ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗ, മൂന്നാമത്തേത് ശമാധി ഷഡ്ക സമ്പത്തി, നാലാമത്തതും അവസാനത്തതുമായ മുമുക്ഷുത്വം. ഈ 4 ഗുണവിശേഷങ്ങൾ ആരിലുണ്ടോ അയാൾ മോക്ഷം നേടാൻ സർവഥാ യോഗ്യനാണ്. അയാൾ അധികം താമസിയാതെ തന്നെ മോക്ഷം നേടും. അതിൻ്റെ ചില ലക്ഷണങ്ങളാണ്. ഒരു രോഗം ശരീരത്തിൽ പ്രകടമാകുന്നതിന് മുമ്പ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നില്ലേ? അതുപോലെ നന്മ, ആത്യന്തികമായ നന്മയായ മോക്ഷം ഒരാൾ നേടാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ചില ലക്ഷണങ്ങൾ മുൻകൂട്ടി ഒരു വ്യക്തിയിൽ കാണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതിനെയാണ് സാധന ചതുഷ്ടയ സമ്പത്ത് എന്ന് പറഞ്ഞത്. വിവേകാദീനി എന്ന് പറഞ്ഞ് ചുരുക്കി കളഞ്ഞു. അതൊക്കെ നമുക്കറിയാം എന്നാണ് പാവം വ്യാഖ്യാതാവ് വിചാരിച്ചത്. അറിയാമായിരിക്കും അല്ലേ? വിവേകം, വൈരാഗ്യം, ശമം, ദമം മുതലായ 6 ഗുണങ്ങളുടെ ചേർച്ച, മോക്ഷം നേടണം എന്നുള്ള ഉത്കടമായ വാഞ്ച. എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂ, ഈ സംസാര ബന്ധങ്ങളിൽ നിന്നൊക്കെ ഞാൻ രക്ഷപ്പെടണം. അതാണ് മുമുക്ഷുത്വം. ഇങ്ങനെ ഈ 4 ഗുണങ്ങളും ഈ വിവശ്യത്തുകളിൽ കാണപ്പെട്ടിരുന്നു. പക്ഷേ അതോടൊപ്പം ബന്ധലക്ഷണങ്ങളായ രാഗം മുതലായവയും ഇവരിൽ ഉണ്ടായിരുന്നു. രാഗം മുതലായവ എന്ന് പറഞ്ഞാൽ രാഗം, ദ്വേഷം, മദം, മോഹം, മാത്സര്യം, കാമം, ക്രോധം, ലോഭം, അങ്ങനെയുള്ള രജസ്തമോ ഗുണങ്ങളുടെ വൃത്തിവിശേഷങ്ങളായ ഈ രാഗാദികളും ഇവരിൽ കാണപ്പെട്ടിരുന്നു. ഈ വിവശ്യത്തുകളുടെ ഉള്ളിൽ ആദ്യം ഒരു വിവശ്യത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടാണ് 4 അയാൾ സ്വയം പ്രകടമായത്. ആ 4 പേരായി മാറിയപ്പോൾ ഇവരുടെ ഉള്ളിൽ ഉദിച്ച ആഗ്രഹം എന്തായിരുന്നു? അവിദ്യ എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു എന്നറിയണം. കഷ്ടം! ബ്രഹ്മം എന്താണെന്ന് അറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ പൊല്ലാപ്പിനൊന്നും പോകേണ്ടി വരികയില്ലായിരുന്നു. ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരികയില്ലായിരുന്നു. അജ്ഞാനത്തിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചു. അതാണ് ഇവരുടെ ഉള്ളിൽ ബന്ധലക്ഷണങ്ങളും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ആഗ്രഹം എന്ന് പറയുന്നത് എപ്പോഴും ബന്ധത്തിൻ്റെ ലക്ഷണമാണ്, അതിൽ സംശയമില്ല. പക്ഷേ മോക്ഷത്തിൽ
ആഗ്രഹം ഉണ്ടാകുന്നത് നല്ലതാണ്. മുമുക്ഷുത്വം എന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ്. മോക്ഷം നേടണം എന്നുള്ള ഉത്കടമായ ആഗ്രഹമാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. മോക്ഷം നേടാനുള്ള ആഗ്രഹം, അതുകൊണ്ട് ദോഷമില്ല. അവിദ്യയെക്കുറിച്ച് അറിയണം. ഈ അവിദ്യ എത്ര കണ്ട് വ്യാപിച്ചിരിക്കുന്നു, അവിദ്യയുടെ മാഹാത്മ്യം എത്രയുണ്ട്, അവിദ്യയുടെ ഉള്ളിൽ ചെന്ന് ഇതിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ പരിശോധിക്കാൻ ശ്രമിച്ചതുകൊണ്ട് തന്നെ ഇവരിൽ ബന്ധലക്ഷണങ്ങളും അല്ലെങ്കിൽ ബന്ധചിഹ്നങ്ങളും കാണപ്പെട്ടിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. നിത്യധർമ്മ പ്രബുദ്ധാനാം തഥാഭൂതതയാ തയാ വിവശ്ചിതോ ധാരണയാ യോഗിനോ ന പരം ഗതാഃ. ഈ വിവശ്ചിത്തുകൾ യോഗിമാരായിരുന്നു എന്ന് പറഞ്ഞാൽ മോക്ഷലക്ഷണങ്ങൾ ഇവരിൽ കാണപ്പെട്ടതുകൊണ്ട് ഇവർ യോഗിമാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പരമസത്യം കണ്ടവരല്ലായിരുന്നു, ജ്ഞാനികളല്ലായിരുന്നു, ജ്ഞാനം നേടിയിട്ടില്ല. കാരണം അവിദ്യയെക്കുറിച്ച് അറിയാനാണ് ഇവർ ആഗ്രഹിച്ചത്. നിത്യധർമ്മ പ്രബുദ്ധാനാം തഥാഭൂതതയാ തയാ. നിത്യധർമ്മം, നിത്യമായതിനെ സാക്ഷാത്കരിക്കണം എന്നുള്ള ആഗ്രഹം ഇവർക്കില്ലായിരുന്നു. പക്ഷേ ഇവർ അഗ്നിദേവനെ ഉപാസിച്ചവരായിരുന്നു. അഗ്നിദേവതയെ അല്ലെങ്കിൽ അഗ്നിഭഗവാനെ ആരാധിച്ച് അദ്ദേഹത്തെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹത്തിൽ നിന്നും വരം നേടാൻ മാത്രം കരുത്തുള്ളവരായിരുന്നു. അവർക്ക് ദേവതകളിൽ വിശ്വാസമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈശ്വര വിശ്വാസികളായിരുന്നു. അല്ലെങ്കിൽ അഗ്നിയെ ഉപാസിക്കേണ്ട കാര്യമില്ലല്ലോ. ദേവന്മാരെയും അതുപോലെ ഈശ്വരനെയും ഒക്കെ ആരാധിക്കുന്നത് സത്വഗുണത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അപ്പോൾ അവർ സാത്വികന്മാരായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തഥാഭൂതതയാ തയാ വിവശ്ചിതോ ധാരണയാ. അവർക്ക് ധാരണ എന്നുള്ള ഗുണമുണ്ടായിരുന്നു. ധാരണ എന്ന് പറഞ്ഞാൽ ധരിക്കുക. ധരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വസ്ത്രം ഉടുക്കുക എന്നുള്ള അർത്ഥത്തിലല്ല. വസ്ത്രം ധരിച്ചു, ഷർട്ട് ധരിച്ചു, ആ അർത്ഥത്തിലല്ല. ധാരണ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലക്ഷ്യത്തെ ഉള്ളിൽ ഉറപ്പിച്ച് അതിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുക, അതാണ് ധാരണ. റിട്ടൻറ്റീവ് കപ്പാസിറ്റി എന്ന് ധാരണ എന്നുള്ള വാക്കിന് അർത്ഥം പറയാം. പഠിച്ച അല്ലെങ്കിൽ കേട്ട ഒരു സദ്വിഷയത്തെ ഉള്ളിൽ നിലനിർത്താനുള്ള കഴിവാണ് ധാരണ എന്ന് പറയുന്നത്. വ്യക്തമായ ലക്ഷ്യബോധം എന്നും അതിനർത്ഥമുണ്ട്. വായിച്ചതോ പഠിച്ചതോ കേട്ടതോ ആയ നല്ല കാര്യങ്ങളെ ഉള്ളിൽ എപ്പോഴും നിലനിർത്തുക, അതിനും ധാരണ എന്നാണ് പറയുന്നത്. ഈ വിവശ്ചിത്തുകൾ ധാരണ എന്ന ഗുണവിശേഷത്തോട് കൂടിയവരായിരുന്നു. അവർ യോഗിമാരായിരുന്നു. കാരണം മനസ്സിന് ഏകാഗ്രത ഉള്ള വ്യക്തികളായിരുന്നു. പക്ഷേ ന പരംഗതാഹ, പരമാത്മ സത്യത്തെ സാക്ഷാത്കരിക്കാത്തവരായിരുന്നു. പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള ബോധതത്വത്തെ അവർ സാക്ഷാത്കരിച്ചിട്ടില്ലായിരുന്നു. തയാ ഉക്തയാ തഥാഭൂതയാ ദോലായിതതയാ ധാരണയാ യോഗിനോ നതു പരം ഗതാ യോഗിനഃ ഇത്യർത്ഥഃ. കാരണം അവരുടെ മനസ്സിൽ ചാഞ്ചല്യം ബാക്കിയുണ്ടായിരുന്നു എന്നാണ്. ലക്ഷ്യം തീരുമാനിക്കുക അതൊരു വിശേഷപ്പെട്ട ഗുണമാണ്. തൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. പക്ഷേ അത് പരമസത്യമായിരിക്കണം. എല്ലാവർക്കും ഓരോ തരത്തിലുള്ള ജീവിത ലക്ഷ്യമുണ്ട്. ജീവിത ലക്ഷ്യം ഇല്ലാത്തവരെക്കുറിച്ച് അവരെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നേ ഇല്ല. അവരെക്കുറിച്ച് പ്രത്യേകിച്ച് എടുത്തു പറയാനൊന്നുമില്ല. പക്ഷേ ജീവിത ലക്ഷ്യമുള്ളവർ, കാരണം ഒരു ലക്ഷ്യത്തെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്, അവരെ നമ്മൾ എന്തായാലും അഭിനന്ദിക്കുക തന്നെ വേണം. പക്ഷേ ആ ലക്ഷ്യം നഷ്ടമാകുന്ന ഒരു ലക്ഷ്യമാവരുത്, നശിച്ചു പോകുന്ന ഒരു ലക്ഷ്യമാകരുത്. അനശ്വരമായ ഒന്നിനെ നേടാൻ അല്ലെങ്കിൽ അതിനെ ലക്ഷ്യമാക്കി വേണം മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ.
അപ്പോൾ എനിക്ക് ലക്ഷ്യബോധമുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ വിവേകിയാണ് എന്ന് പറയാൻ പറ്റില്ല. വിവേകികൾ അനശ്വരമായ ഒരു ലക്ഷ്യത്തെയാണ് ലക്ഷ്യമാക്കുന്നത്. അത് ആത്മതത്വം തന്നെയാണ്. അതിനെക്കുറിച്ചുള്ള അറിവ്, അതാണ് ജ്ഞാനം. ആ ജ്ഞാനം നേടാൻ ഒരാൾ തീരുമാനിച്ചാൽ അയാൾ വ്യക്തമായ ലക്ഷ്യബോധമുള്ളവനാണ് എന്ന് പറയാം. ഇവരുടെ മനസ്സ് ഊഞ്ഞാലുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്ന ഒന്നായിരുന്നു. അവരുടെ ധാരണ ചഞ്ചലമായ ധാരണയായിരുന്നു, ചലിക്കുന്ന ധാരണയായിരുന്നു. മനസ്സിന് ഏകാഗ്രത നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ മനസ്സ് ചലിക്കാൻ പാടില്ല. അഗ്നിദേവനെ പ്രസാദിപ്പിച്ചു. അഗ്നിദേവനോട് ചോദിച്ചത് എന്താണ്? അഗ്നിദേവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ വ്യക്തമായ ലക്ഷ്യബോധം വേണം, മനസ്സിന് ഏകാഗ്രത വേണം. അതൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇവർക്കല്ല, ആ വിവശ്ചിത്ത് എന്നുള്ള ചക്രവർത്തിക്ക് അഗ്നിദേവനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. പക്ഷേ അഗ്നിദേവനോട് ആവശ്യപ്പെട്ടതെന്ത്? എനിക്ക് അവിദ്യയുടെ വ്യാപ്തി എത്രയുണ്ടെന്ന് അറിയണം, ഈ അവിദ്യ എത്ര ദൂരം വ്യാപിച്ചു കിടക്കുന്നു എന്നറിയണം. പോയില്ലേ? ഇത് പരമേശ്വരനെ അല്ലെങ്കിൽ ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഒരു 100 രൂപ തരുമോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. എടാ, ആരോട് എന്ത് ചോദിക്കണം എന്നുള്ളതിന് ഒരു വ്യവസ്ഥയില്ലേ? സർവേശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയിട്ട് അദ്ദേഹത്തോട് 100 1000 രൂപ ചോദിക്കുന്നത് പോലെയാണ്. അതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു ധ്രുവൻ. ധ്രുവൻ തൻ്റെ വാർദ്ധക്യത്തിൽ വിഷമിച്ചതായിട്ട് ഭാഗവതം പറയുന്നുണ്ട്. എന്തും നൽകാൻ കഴിവുള്ള ആ സർവേശ്വരൻ മഹാവിഷ്ണു, മോക്ഷത്തെപ്പോലും നൽകാൻ കഴിവുള്ള മഹാവിഷ്ണു തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടും അദ്ദേഹത്തോട് ഞാൻ മോക്ഷം ചോദിച്ചില്ലല്ലോ. ചോദിച്ചെങ്കിൽ കിട്ടുമായിരുന്നു, ചോദിക്കാൻ തോന്നിയില്ല. എന്താ? അതിനുള്ള യോഗമില്ല, തലവിധിയില്ല. എന്താ? അനശ്വരമായ സ്ഥാനം വേണം, നശിക്കാത്ത സ്ഥാനം. അത് കൊടുത്തു. ധ്രുവ നക്ഷത്രം ആകാശത്തിൽ വളരെക്കാലം പ്രകാശിച്ച് നിൽക്കാനുള്ള ഒരു ഭാഗ്യം നിനക്കുണ്ടാകും. അതാണ് അനശ്വരമായ സ്ഥാനമാണ് ചോദിച്ചത്, മോക്ഷമല്ല ചോദിച്ചത്. മോക്ഷമാണ് വാസ്തവത്തിൽ അനശ്വരമായ സ്ഥാനം. പക്ഷേ അതല്ല ചോദിച്ചത് കൊടുത്തിട്ട് ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അപ്പോൾ തൻ്റെ ഈ മണ്ടത്തരത്തെ ഓർത്ത് ധ്രുവൻ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൽ വിഷമിക്കുന്നതായി ഭാഗവതം പറയുന്നുണ്ട്. നമ്മൾ ധ്രുവൻ ഭക്തോത്തമൻ എന്നൊക്കെ പറയുന്നു. ഭക്തോത്തമൻ തന്നെയാണ്, അല്ല, അതിൽ സംശയമൊന്നുമില്ല. ധ്രുവൻ ചെയ്ത തപസ്സിൻ്റെ 10,000-1 തപസ് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഉറപ്പാണ്. പക്ഷേ ചോദിച്ചത് നിസ്സാരമായ നശ്വരമായ ഒന്നിനെ ആയിരുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹം ഒരർത്ഥത്തിൽ അജ്ഞാനിയായിരുന്നു, ധ്രുവൻ അജ്ഞാനിയായിരുന്നു എന്ന് തന്നെ പറയണം. അപ്പോൾ ഇവർക്ക് ധാരണാശക്തി ഉണ്ടായിരുന്നു, മനസ്സിന് ഏകാഗ്രതയുണ്ടായിരുന്നു. അങ്ങനെയാണ് അഗ്നിയെ പ്രത്യക്ഷപ്പെടുത്തിയത്. പക്ഷേ ഇവർ സത്യദർശികളല്ലായിരുന്നു, ആത്മജ്ഞാനികളല്ലായിരുന്നു. തയാ ഉക്തയാ തഥാഭൂതയാ ദോലായുധതയാ ധാരണയാ യോഗിനഃ. അവരുടെ ധാരണ ഊഞ്ഞാല് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായിരുന്നു. ഒരു ഉറപ്പില്ല. അഗ്നിദേവൻ എന്ന് പറയുന്നത് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. അഗ്നി എന്നുള്ള വാക്ക് എപ്പോഴും ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ അഗ്നിയിൽ ഈ ഹോമവും യാഗവും ഒക്കെ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഈ ബാഹ്യമായ യാഗമല്ല ഋഷിമാർ ഉദ്ദേശിച്ചത്. ജ്ഞാനയാഗം അല്ലെങ്കിൽ ജ്ഞാനയജ്ഞം, അതാണ് ഋഷിമാർ ഉദ്ദേശിച്ചത്. ആ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ശരീരം, മനസ്സ്, ബുദ്ധി, പ്രാണൻ, ഇന്ദ്രിയങ്ങൾ ഇവയൊക്കെ ഹോമിക്കുന്ന പ്രക്രിയയാണ് യാഗം അല്ലെങ്കിൽ യജ്ഞം. അതിന് പറ്റാത്തവർ എന്തു ചെയ്യും? ബാഹ്യമായി ഒരു ഹോമകുണ്ഡം നിർമ്മിച്ച് അതിൽ അഗ്നി ജ്വലിപ്പിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന കുറേ ജഡപദാർത്ഥങ്ങളെ ആ അഗ്നിയിൽ നിക്ഷേപിക്കും. മന്ത്രങ്ങൾ ചൊല്ലി
ചമതയും ദർഭയും നെയ്യും ഒക്കെ ആ അഗ്നിയിൽ കോരി ഒഴിക്കും. എന്നിട്ട് എല്ലാം ആയി എന്നൊരു വിചാരം. അവിടെയാണ് നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്. എല്ലാം ആയി കഴിഞ്ഞു, ഞാൻ യാഗം ചെയ്തു, അശ്വമേധ യാഗം ചെയ്തു, രാജസൂയ യാഗം ചെയ്തു, അല്ലെങ്കിൽ ഗണപതി ഹോമം ചെയ്തു, അല്ലെങ്കിൽ വേറെന്തോ ഒരു ഹോമം ചെയ്തു, എല്ലാം ആയി. എല്ലാം ആയി എന്ത്? ഒന്നും ആയിട്ടില്ല. ഇത് പ്രതീകാത്മകമാണ്. യാഗവും യജ്ഞവും ഹോമവും എല്ലാം പ്രതീകാത്മകമാണ്. ഉള്ളിലാണ് ഈ യാഗവും യജ്ഞവും ഒക്കെ ചെയ്യേണ്ടത്. ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൽ ജനിച്ച ശരീരവും ശരീരത്തിൻ്റെ ഉള്ളിൽ സ്പന്ദിക്കുന്ന പ്രാണനും സൂക്ഷ്മ ശരീരത്തിലുള്ള മനസ്സ്, ഇന്ദ്രിയങ്ങൾ, ബുദ്ധി, അവസാനം അഹങ്കാരം, അതിനും ആധാരഭൂതമായിരിക്കുന്ന അജ്ഞാനം, ഇവയാണ് അഗ്നിയിൽ ഹോമിക്കപ്പെടേണ്ട ദ്രവ്യങ്ങൾ. അല്ലാതെ ഈ നെയ്യ് കുറേ കത്തിച്ച് കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾ പാട്ടക്കണക്കിന് നെയ്യ് കൊണ്ട് ഒഴിച്ചോളൂ, എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. എൻ്റെ കയ്യിൽ പൈസ ചോദിക്കാൻ, എൻ്റെ അടുത്ത് നിന്ന് പൈസ ചോദിക്കാൻ മാത്രം വരരുത്. എനിക്ക് അങ്ങനെയുള്ള ഇതിന് ചിലവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ തൽക്കാലം പണമില്ല. നിങ്ങൾ വേറെ അടുത്തെങ്കിലും ചെന്ന് ചോദിക്കും. നിങ്ങളുടെ കയ്യിൽ പണം ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് സാധനങ്ങൾ വേണോ വാങ്ങിച്ച് അഗ്നിയിൽ ഒഴിച്ചോളൂ, എനിക്ക് ഒബ്ജക്ഷൻ ഒന്നുമില്ല. പക്ഷേ വേദങ്ങൾ, ഉപനിഷത്തുകൾ നിർദ്ദേശിക്കുന്ന യാഗം, യജ്ഞം എന്ന് പറയുന്നത് തികച്ചും ആന്തരികമാണ്. സർവം ബ്രഹ്മമയം എന്ന ജ്ഞാനാഗ്നിയിൽ പ്രപഞ്ചത്തെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കുന്നതാണ് ശരിക്കുള്ള യാഗം. ഇതിനു മുമ്പ് ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ലല്ലോ സ്വാമി. ഇത് സ്വാമിയുടെ മനസ്സിൻ്റെ സൃഷ്ടിയല്ല, ഇത് കയ്യിൽ നിട്ട് പറയുന്നതല്ലേ? അല്ല. അതേന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചേരില്ല. ഇതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഋഷിമാർക്ക് അബദ്ധം പറ്റിയെന്ന് പറയുന്നതിന് തുല്യമാണ്. യാഗവും യജ്ഞവും ഹോമവും എല്ലാം പ്രതീകാത്മകമാണ്. ആദ്യം അങ്ങനെയൊക്കെ തുടങ്ങിക്കോളൂ. അത് കഴിഞ്ഞിട്ട് യാഗം, യജ്ഞം, ഹോമം, ആരാധന, വഴിപാട് എല്ലാം ഉള്ളിലാവണം. ബാഹ്യം എന്നുള്ളത് ഒരു വെറും തുടക്കം മാത്രമാണ്, LKG. അത് പാകപ്പെട്ട് ആന്തരികമായി മാറുമ്പോൾ അപ്പോഴാണ് നമ്മൾ ആധ്യാത്മികതയിൽ ഉയർച്ച നേടുന്നവരാവുന്നത്. അപ്പോൾ ഇവർക്ക് ധാരണയുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ സത്യം കണ്ടവർ അല്ലായിരുന്നു. ധാരണായോഗിനസ്തേഹി ധാരണാപ്രാപ്തസിദ്ധയഃ യേ പരം ബോധമായാത യേഷ്വവിദ്യാ ന വിദ്യതേ. എന്തുകൊണ്ടാണ് ഇവരുടെ ഉള്ളിൽ അജ്ഞാനം ബാക്കിയുണ്ടായിരുന്നു എന്ന് വസിഷ്ഠ മഹർഷി പറയുന്നത് എന്ന് ചോദിച്ചാൽ, അവർക്ക് ലൗകിക മോഹങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിഞ്ഞിരുന്നില്ല. എന്തൊക്കെയോ വിഷയാഭിലാഷങ്ങൾ അവരുടെ ഉള്ളിൽ ബാക്കിയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിദ്യയെ അറിയാൻ ശ്രമിച്ചത്. ഇവർ വാസ്തവത്തിൽ അവിദ്യയെ ഉപാസിക്കുന്നവരായിരുന്നു. വിദ്യയല്ലേ ഉപാസിക്കേണ്ടത്? ആത്മാവിനെക്കുറിച്ച് അറിയണം, ആത്മതത്വം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉള്ളിലുണ്ടാവണം. പക്ഷേ ലോകത്തിലെ ഭൂരിഭാഗം ജനങ്ങളും അവിദ്യയെ ഉപാസിക്കുന്നവരാണ്. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും പോകുന്നു വിദ്യാരഥർ അങ്ങ് അതേക്കാൾ കൂരിരുട്ടിലും. ഈശാവാസ്യ ഉപനിഷത്താണ്, ശ്രീനാരായണ ഗുരുദേവൻ്റെ തർജ്ജമയാണ്. അവിദ്യയെ ഉപാസിക്കുന്നവർ അന്ധതമസ്സിലും, അന്ധതമസ് എന്ന് പറഞ്ഞാൽ കൂരിരുട്ട്, വെളിച്ചത്തിൻ്റെ ഒരു തരിമ്പ് പോലും ഇല്ലാത്ത കുറ്റിരുട്ട് അല്ലെങ്കിൽ കൂരിരുട്ട്. അവർ ആ ഇരുട്ടിലേക്ക് ചെല്ലുന്നു. ആര്? അവിദ്യയെ ഉപാസിക്കുന്നവർ. അവിദ്യ എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ തലം എന്നർത്ഥം, അല്ലെങ്കിൽ ബുദ്ധിയുടെ തലം. ബുദ്ധിക്ക് അകത്താണ് ഈ അവിദ്യ കുടികൊള്ളുന്നത്. ബുദ്ധിക്ക് അകത്ത് തന്നെയാണ് ആത്മാവും പ്രകാശിക്കുന്നത്. ഇതെങ്ങനെ ഒരേ സ്ഥലത്തിൽ ഇരുട്ടും വെളിച്ചവും ചേർന്ന് നിൽക്കുന്നു? അവിദ്യ ഇരുട്ടും ആത്മാവ് പ്രകാശവുമാണ്. ഇവ എങ്ങനെയാണ് ഒരു ദിക്കിൽ ഒത്തുവാഴുന്നത്? ഒത്തുവാഴാൻ പറ്റില്ലല്ലോ.
സർവേശ്വരന് പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിയുടെ ഉള്ളിൽ തന്നെയാണ് അജ്ഞാനം, ബുദ്ധിയുടെ അകത്ത് തന്നെയാണ് ആത്മാവിൻ്റെ പ്രകാശവും. എന്നാൽ പിന്നെ ഈ ആത്മപ്രകാശം എന്തുകൊണ്ട് ബുദ്ധിയുടെ തന്നെ ഉള്ളിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നശിപ്പിക്കുന്നില്ല? ന്യായമായ ചോദ്യമാണ്. നിങ്ങൾ ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചോദിക്കും, ഞാൻ മറുപടി പറയും. അത് ആ ചോദ്യം ചോദിച്ചേ പറ്റൂ. ഒരേ സ്ഥലത്ത് ഇരുട്ടും വെളിച്ചവും എങ്ങനെയാണ് ചേർന്ന് നിൽക്കുക? അത് സാധ്യമല്ലല്ലോ. അത് സാധാരണ പ്രകാശ തമസ്സുകൾക്കാണ് ഈ നിയമം ബാധകമാവുന്നത്. ഇരുട്ടിൻ്റെ വിപരീതമാണ് വെളിച്ചം, വെളിച്ചത്തിൻ്റെ വിപരീതമാണ് ഇരുട്ട്. ഈ ആത്മപ്രകാശം എന്ന് പറയുന്നത് എന്തെന്നറിയാമോ? അജ്ഞാനമാകുന്ന ഇരുട്ടിനെ നശിപ്പിക്കാതെ പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ്. അതുകൊണ്ട് ഇവ രണ്ടും ബുദ്ധിയിൽ ഒരേ സമയത്ത് ചേർന്ന് കഴിയുന്നു. നവദമ്പതിമാരെ പോലെ. ദമ്പതിമാരെ പോലെ എന്ന് പറയാൻ ഞാൻ ആളല്ല. റീസെൻ്റ്ലി മാരീഡ് കപ്പിൾ ചേട്ടാ ചേട്ടാ എന്ന് പറയും, പൊന്നെ കണ്ണേ മുത്തേന്ന് അയാളും പുറകെ നടക്കും. അതൊക്കെ ആദ്യം കുറേ ദിവസം, അതൊക്കെ കഴിഞ്ഞാ ഇത്രയും വേണോ? എപ്പോഴും അത് നമ്മൾ പറയണ്ട. അല്ലാതെ സാധാരണ ഭാര്യ ഭർത്താക്കന്മാരെ ചട്ടിയും കലവുമായ തട്ടിയും മുട്ടിയും ഇരിക്കും, അങ്ങനെ പോകും, കുഴപ്പമില്ല. കുടുംബ കോടതിയിലൊന്നും നിൽക്കണ്ട. അങ്ങനെ ആരും ബന്ധം വേർപെടുത്താനുള്ള ഇട വരാതിരിക്കട്ടെ. നമുക്ക് അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാം. അപ്പോൾ ബുദ്ധിയുടെ ഉള്ളിലുള്ള അജ്ഞാനത്തെ ബുദ്ധിയുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ആത്മാവ് എന്തുകൊണ്ട് നശിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, അജ്ഞാനത്തെ പോലും പ്രകാശിപ്പിക്കുന്ന പ്രകാശമാണ് ഈ ആത്മാവെന്ന് പറയുന്നത്. അപ്പോൾ ആ ആത്മപ്രകാശത്തെ ഒരാൾ ബോധപൂർവം വിനിയോഗിച്ച് ഈ അജ്ഞാനത്തെ നശിപ്പിച്ചാലല്ലാതെ ആത്മപ്രകാശം നേരിട്ട് അജ്ഞാനാന്ധകാരത്തെ നശിപ്പിക്കില്ല. അവിടെ ജീവൻ്റെ പ്രയത്നവും കൂടിച്ചേരണം. ജീവൻ ആഗ്രഹിക്കണം, എനിക്ക് ആത്മാവിനെ സാക്ഷാത്കരിക്കണമെന്ന്, സർവേശ്വരനെ സ്വന്തമാക്കണം, എൻ്റെ ഉള്ളിലുള്ള അവിദ്യ നശിക്കണം, ഞാൻ ജ്ഞാനനിഷ്ഠ നേടണം എന്ന് ജീവൻ ആഗ്രഹിക്കാതെ ഈ അജ്ഞാനത്തെ സർവേശ്വരൻ നശിപ്പിക്കുകയില്ല. അദ്ദേഹത്തിന് പ്രകാശിപ്പിക്കാൻ മാത്രമേ അറിയാവൂ. അദ്ദേഹം ബിൻ ലാഡനല്ല. തട്ടി തകർക്കുക, എല്ലാത്തിനെയും നശിപ്പിക്കുക, ഇല്ലായ്മ ചെയ്യുക, അതൊന്നും സർവേശ്വരൻ്റെ പോർട്ട്ഫോളിയോയിൽ വരുന്നതല്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, എല്ലാറ്റിനെയും ഉള്ളതാക്കി തീർക്കുന്നവനാണ് ആ സർവേശ്വരൻ. ഒന്നിനെയും ഇല്ലാതാക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമില്ല, അത് അദ്ദേഹത്തിൻ്റെ കൃത്യവുമല്ല.